നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിൽ ഒരു സ്വയംഭരണ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി കിൻഫ്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. കിൻഫ്രയ്ക്ക് വേണ്ടി കേരള ഗവൺമെന്റ് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ CMD സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരം ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് താല്പര്യമുള്ള ഈ പോസ്റ്റുകളിലേക്കൊക്കെ ഒക്ടോബർ 29 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ട് കമന്റ് ചെയ്യുക. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞില്ല, കേരള ഗവൺമെന്റുകളുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കിൻഫ്ര എന്നുള്ളത്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്റെ പൂർണ്ണരൂപം. അപ്പൊ അവിടെയാണ് ഈ രണ്ട് വേക്കൻസികൾ ഉള്ളത്. ഒന്ന് പ്രോജക്ട് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന ഒഴിവുകൾ, ഇലക്ട്രിക്കൽ ഒന്ന്. രണ്ടാമത്തെ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫൈനാൻസ് എന്നീ രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. 2 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം സെലക്ടഡ് കാൻഡിഡേറ്റ്സിനെ കിനസ്കോയിലായിരിക്കും ഡിപ്ലോ ചെയ്യുക, അവിടെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയ www.cmd.kerala.gov.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ നോട്ടിഫിക്കേഷന് ഫുള്ളി എലിജിബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഷെഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 2025 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 29 വരെയാണ് നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇനി മറ്റേ പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് പ്രോജക്ട് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. ഇതിലേക്ക് ഒരു ഒഴിവാണുള്ളത്. വേണ്ട യോഗ്യത ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതോടൊപ്പം MBA ബിരുദവും 1 വർഷം പ്രവൃത്തി പരിചയം ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് പറയുന്നത്. അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ശമ്പളം പ്രതിമാസം 30,000 രൂപ ആയിരിക്കും ലഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫൈനാൻസ് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് വേണ്ട യോഗ്യത CA അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം 2 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇവിടെയും ഉയർന്ന പ്രായപരിധി 30 വയസ്സാണെന്ന കാര്യം മനസ്സിലാക്കുക. 30,000 രൂപ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ ഏജ്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത് ക്രൈറ്റീരിയ എന്നുള്ളത് 2025 ഒക്ടോബർ 1 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപേക്ഷാ ഫോം നമ്മൾ ആ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് അയക്കണം. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തോടൊപ്പം നമ്മൾ നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു വെള്ള പേപ്പർ സൈൻ ചെയ്തതിനു ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല, സ്മോൾ ലെറ്റർ വേണം സൈൻ ചെയ്യുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവരൊക്കെ, എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ 2025 ഒക്ടോബർ 29 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ സത്യസന്ധമായ വിവരങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ആപ്ലിക്കേഷൻ എല്ലാ കോളം ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപ്ലൈ ചെയ്യുന്നവർക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. മിക്കവാറും പല കറസ്പോണ്ടൻസും നിങ്ങൾക്ക് ഇമെയിൽ വഴിയൊക്കെ ആയിരിക്കും അറിയിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. മാർക്ക് ലിസ്റ്റ് അയച്ചാൽ പോരാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആയിരിക്കണം അയക്കേണ്ടെന്ന കാര്യം അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.